അഹദവനിൽ ഹംദുകൾ ഉറത്ത് ആദര നബി ഒരു സ്വലാത്തുകൾ ഉറത്ത് മഹിമയിലും ഭരണങ്ങൾ നടത്തിയ ഖലീഫത്തൻ കഥ പറയാം മനസകമിൽ തുകയും കരുത്ത് ഖിലാഫത്തിൽ മറയാത്ത ചരിത്രവും കുറിച്ച് മഹിമയിലും ഇസ്ലാമിൻ കോടിവാനിൽ പറത്തിയ കഥ പറയാം. ലോകത്തെ വിറപ്പിച്ച നായകൻ കിസ്ര കൈസറിന്റെ ഉറക്കം കെടുത്തിയ വിപ്ലവ തേജസ് നീതിക്ക് വേണ്ടി പോരാടി വിജയം കൈവരിച്ച നിഷ്കളങ്കതയുടെ പ്രതീകം നിയമത്തിന്റെ മുന്നിൽ അണുവ്യതിചലിക്കാത്ത ഐക്യങ്ങളിലെ പച്ചയായ ഭരണീയൻ അത് ഇസ്ലാമിന്റെ വിജയ മുന്നേറ്റത്തിൽ ഒരുപാട് ചരിത്രങ്ങൾ അന്തിറങ്ങുന്ന ഇസ്ലാമിന്റെ രണ്ടാം ഖലീഫ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ വഫാത്തിന്റെ കഥയാണിത്. ഇസ്ലാമിന്റെ ചരിത്രത്തിലും മുസ്ലിങ്ങളുടെ ധീരതയിലും എക്കാലത്തും വാഴ്ത്തപ്പെടുന്ന ഖലീഫ അമീറുൽ മുഅ്മിനീൻ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു അതിദാരുണമായി ചതിയിൽ വധിക്കപ്പെടുന്ന കഥയാണ് ഞങ്ങൾ ഇവിടെ അവതരിപ്പിക്കാൻ പോകുന്നത്. അതേ സത്യപ്രതീകത്തിൽ നേതാവായി വാഴ്ത്തുന്ന ഒരു നല്ല നേതാവല്ലോ. സങ്കീർണമാകുന്ന യാതൊന്നും ആ കൽവിൽ എല്ലാതും ദേശീയില്ല. സ്വന്തം ഖിലാഫത്ത് സുഖനിദ്ര നോക്കാതെ നാടും കറങ്ങിയന്നേ. സുഖദുഃഖം എന്തുണ്ട് ജനതയ്ക്ക് മുന്നിലും ഏറ്റം അറിയാനന്നേ. ഭരണത്തിൽ നൂതനം നന്ദി വരുത്തി ദുഃഖം പേറുന്നോരെ ദുഃഖമകറ്റി ദൗത്യത്തിൽ മാറയില്ലാതാക്കി ഭരണത്തിൻ പ്രഭവും രേഖ തെളിച്ചെന്ന് വീരോടെ നീങ്ങിടുന്നേ. നിർജീവമായി കിടക്കുന്ന ഭൂവെല്ലാം ഊർജത്തിലാക്കിയിടുന്നേ. അല്ലാഹുവിന്റെ ഹബീബ് ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയുണ്ടായി, ഉമറിന്റെ നാവിലും ഹൃദയത്തിലും അല്ലാഹു സത്യത്യാക്കിയിട്ടുണ്ട്. ഈ നിലയിൽ ദീർഘവീക്ഷണം കൈക്കൊണ്ട ഖലീഫ പ്രായപൂർത്തിയെത്തിയ ദിമ്മികൾക്കും അഥവാ മുസ്ലിങ്ങളല്ലാത്ത മുസ്ലിം നാടുകളിൽ നിരപേക്ഷമെന്നോണം ജിസിയയോടെ ജീവിക്കുന്നവർ അത്തരക്കാർക്കും മജൂസികൾക്കും അവർ യുദ്ധത്തിൽ പിടിക്കപ്പെട്ടവരാണെങ്കിലും ശരി മദീനയിൽ പ്രവേശിക്കുന്നതിന് വിലക്കേർപ്പെടുത്തിയിരുന്നു. എന്നാൽ കൂഫ ഗവർണറായ മുഗീറത്ത് ഇബ്നു ശുഅബ റളിയല്ലാഹു തആലയുടെ അടിമയായ അബൂ ലൂലത്തിന് ഗവർണറുടെ അനുവാദപ്രകാരവും ഖലീഫയുടെ തന്നെ ചില കാര്യങ്ങൾക്ക് വേണ്ടിയും സമ്മതം കൊടുക്കേണ്ടി വന്നു. ഈ അടിമ മൂലം ഗവർണർക്ക് ദിനം പ്രതി 4 ദൃഹം അതല്ല മാസത്തിൽ 100 ദൃഹമെന്നും അഭിപ്രായമുണ്ട് കിട്ടിക്കൊണ്ടിരുന്നു. താൻ കൊടുക്കുന്ന സംഖ്യയിൽ അല്പം കുറവ് തരാൻ താങ്കൾ ഗവർണറോട് പറയണമെന്ന് ഖലീഫയെ സമീപിച്ച് അബൂ ലൂലത്ത് നിർദ്ദേശിച്ചിരുന്നു. അന്വേഷണത്തിൽ സംഖ്യ കൂടുതലല്ലത് ഖലീഫയ്ക്ക് ബോധ്യമാവുകയും ഗവർണറെ നേരെ കാണുമ്പോൾ ഈ കാര്യം ഓർമ്മപ്പെടുത്തണമെന്ന ചിന്തയിൽ ഈ ഗവർണർക്ക് വേണ്ടി നല്ല നിലയിൽ പണി ചെയ്യണമെന്ന ഉപദേശത്തോടെ ഖലീഫ അബൂ ലൂലത്തിനെ തിരിച്ചയക്കുകയുണ്ടായി. ഖലീഫയുടെ ഈ തീരുമാനത്തിൽ അബൂ ലൂലത്തിന് അങ്ങേയറ്റം തുടിപ്പിക്കുകയും മനസ്സിൽ പ്രതീകാരാഗ്നി കത്തിപ്പടർന്നുകൊണ്ടിരിക്കുകയാണുണ്ടായത്. അണയും ലോലുവത്തന്ന പഹയൻ അകമിൽ ഈർഷദതീയ ചതിയൻ അണയും പ്രാർത്ഥന തക്കമതോർത്ത് ചുവടുകൾ നീക്കുന്നേ. ചതിയൻ ലക്ഷ്യം വദനവുമായി കൊണ്ടത പള്ളിയിലണയുന്നേ. അണയും ലോലുവത്തന്ന പഹയൻ അകമിൽ ഈർഷദതീയ ചതിയൻ അണയും പ്രാർത്ഥന തക്കമതോർത്ത് ചുവടുകൾ നീക്കുന്നേ. ചതിയൻ ലക്ഷ്യം വദനവുമായി കൊണ്ടത പള്ളിയിലണയുന്നേ. പ്രതികാരത്തിൻ മനവും പൊങ്ങി പ്രാർത്ഥന ചൊവ്വിൽ മെല്ലെ പതുങ്ങി. പ്രതികാരത്തിൻ മനവും പൊങ്ങി പ്രാർത്ഥന ചൊവ്വിൽ മെല്ലെ പതുങ്ങി. നീയും വാശിയും രൂക്ഷത തീയും ചതിയൻ നീങ്ങുന്നേ. സ്വലാത്തിൽ നിന്ന ഖലീഫയെ കുത്തിമലർത്തുന്നേ. നിസ്കാരത്തിൽ മസ്ജിദ് നബവിയിൽ അണയുന്ന ഖലീഫയും പ്രതീക്ഷിച്ച് ഇരുതലമൂർച്ചയുള്ള കഠാരയുമായി
ചതിയൻ സോപ്പിൽ കയറി ഒളിച്ചു നിന്നു. സൊഫുകൾ ശരിയാക്കി നിസ്കാരത്തിന് വേണ്ടി തക്ബീർ കെട്ടുകയാണ് ഖലീഫ. അഹദായവനെ ഖൈറായവനെ അഖിലരും നിന്നിൽ തേടും പരനെ. അഹദായവനെ ഖൈറായവനെ അഖിലരും നിന്നിൽ തേടും പരനെ. അർച്ചനകൾക്കായി അർഹനായോനെ ആകെയും നിന്നിൽ നൽകുന്നു കോനെ. അർച്ചനകൾക്കായി അർഹനായോനെ ആകെയും നിന്നിൽ നൽകുന്നു കോനെ. അഹദായവനെ ഖൈറായവനെ അഖിലരും നിന്നിൽ തേടും പരനെ. തന്നു നിനക്കായി തടിയും മനവും കൊല്ലും നിനക്കായി അർപ്പിച്ച വഴിയും സത്യവചനവും ഓതിയും നിന്നിൽ സർവവും നിന്നിൽ അർപ്പിച്ചു ഞാനെന്നും. മഹദായവനെ ഖൈറായവനെ അഖിലരും നിന്നിൽ തേടും പരനെ. സ്വഹാബത്തിനാൽ തിങ്ങിവിടമായ മസ്ജിദുൻ നബവി നാം ഇന്ന് കാണുന്ന പകൽ പോലെ വെള്ളവും വെളിച്ചവുമില്ലാത്ത അന്തരീക്ഷം, ഇരുതലമൂർച്ചയുള്ള കടാരയുമായി സ്വപ്പിൽ പതിഞ്ഞു നിൽക്കുന്ന ഈ അക്രമിയെ ആരും ശ്രദ്ധിച്ചതേയില്ല. ഖലീഫ നിസ്കാരത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഇരുതലമൂർച്ചയുള്ള കടാരയുമായി സ്വപ്പിൽ പതിഞ്ഞു നിൽക്കുന്ന സുബ്ഹാനല്ലാഹ്. ശിരസിൽ തുരുതുറ കുത്തുകയും ബുക്കളിൽ താഴെ കുത്തേറ്റ ഖലീഫയുടെ ആമാശമൃതമായി. എല്ലാം നെടിയിലാണ് സംഭവിച്ചത്. ഖലീഫ താളം തെറ്റി വീണു. ഇടം കാലം നാണഞ്ഞോരെ അവൻ വീഴുന്നേ, ഇടതാടവില്ല വീതം പുത്താൻ നോക്കുന്നേ. സഹബത്തിൽ പല വീരർ അണഞ്ഞിടുന്നേ, നിസ്സംഗരായി വന്നോര് നിലം വീഴുന്നേ. സഹബത്തെ മലർത്തി ഏറെയും ധീരതയും അവൻ ചാർത്തി മിന്നിത്തിളങ്ങും ഘടകവും കാട്ടി. സഹബത്തിൽ ഏയാളെന്നത ഷഹീദാകുന്നേ, വീതിയിൽ പഹയൻകളും മുറിത്തിയിടുന്നേ. നിസ്കാരത്തിനിടയിൽ ചതിയിൽ തന്നെ അവൻ കീഴ്പ്പെടുത്തി. പക്ഷേ ഒരു ഈറ്റപ്പൊലി പോലെ ചുവന്ന് തുടിച്ച മുഖവുമായി തലമൂർച്ചയുള്ള കഠാരയുമായി ഇരുട്ട് നിൽക്കുന്ന ഈ ദുഷ്ടനിലേക്ക് വെറും കൈയോടെ വന്ന സഹാബത്തിൽ 13 ആളുകൾക്ക് മഹേന്റെ കുത്തേൽക്കുകയുണ്ടായി. തന്നെ കൈയോടെ പിടിക്കപ്പെടുകയും ജീവനോടെ വെച്ചേക്കില്ലെന്ന് മനസ്സിലാക്കിയ ആ പിശാച് തന്റെ സ്വന്തം കഠാര കൊണ്ട് വെള്ളം മുറിച്ച് ആത്മഹത്യ ചെയ്തു. ഉടനെ വെള്ളം ദുഷ്ടൻ മുറിച്ചിടുന്നു, ഉള്ളം ഭയം പേരി നശിച്ചിടുന്നു. പള്ളിക്കകം നീണം ഒഴുകിടുന്നു, പതനം സ്വഹാബത്തും അറിഞ്ഞിടുന്നു. ദുഷ്ടനായ ഈ കൊലയാളിയുടെ പതനം കണ്ട സഹാബത്ത് ഒരു വേള ആശ്വാസിച്ചുവെങ്കിലും ഖേദകരമെന്ന് പറയട്ടെ, സഹാബത്തിന് വമ്പറ്റ് നാശമാണ് ഉണ്ടായത്. യാതൊന്നും പ്രതീക്ഷിക്കാതെ കേവലം സ്മരിക്കാൻ വേണ്ടി മാത്രം വന്നവർ ഇതെല്ലാം കണ്ട് അന്താളിച്ചു നിന്നുപോയി. കുത്തേറ്റ സഹാബത്തിൽ നിന്നും 7 ആളുകൾ തൽക്ഷണം ഷഹീദായി. സാരമായി പരിക്കു പറ്റിയ ഖലീഫ വേദന കളിച്ചിറക്കി 3 ദിവസങ്ങൾ തള്ളി നീക്കി. ഹിജ്റ 23-ൽ ദുൽഹജ്ജ് 26-ന് ബുധനാഴ്ച മഹാൻ ഈ ലോകത്തോട് വിട പറഞ്ഞു. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ദുഃഖം താങ്ങാനായി പറ്റാത്ത ആദിനം വന്നു നിന്നല്ലോ ഈ ഉമ്മത്തിൻ മനം. വേണ്ടു നീറുന്ന യാമങ്ങളായി ജനം, ഓർത്തു ദുഃഖത്തിലായി ജനം. ദുഃഖം താങ്ങാനായി പറ്റാത്ത ആദിനം വന്നു നിന്നല്ലോ ഈ ഉമ്മത്തിൻ മനം. വേണ്ടു നീറുന്ന യാമങ്ങളായി ജനം, ഓർത്തു ദുഃഖത്തിലായി ജനം. സന്തോഷരായി വാഴും സഹാബ
സന്താപരായി മാറിടുന്നു. സകലം തകർത്ത് മനഭ്രാന്തൻ കയ്യാൽ ഒരു നല്ല നേതാ പോയിടുന്നു. ശുക്റും ഖലീഫ റബ്ബിൽ ഉരത്ത് പുണ്യ ഷഹീദായി മാറിടുന്നു. താപമില്ല സന്തോഷമാണ് തിരുനേത്രമന്ന് കൂട്ടിടുന്നു. ദുഃഖം ഉമ്മത്തിനന്ന് വന്നു പോയി നല്ല നേതാവ് നമ്മെ വിട്ടുപോയി. ഇനിയെന്നാടും നോവായി നിന്നു പോയി റബ്ബിൽ പ്രാർത്ഥന ചെയ്യും നാടുമാ. കാര്യങ്ങളെല്ലാം ഇരുനേത്രങ്ങളാൽ വീക്ഷിക്കുന്ന ഖലീഫ ഒരു കാലത്തിൽ സന്തുഷ്ടനായിട്ടാണ് രക്തസാക്ഷിത്വം വഹിച്ചത്. അള്ളാഹുവിന് വേണ്ടി ഒരു സുജൂദ് പോലും ചെയ്യാത്ത ദുഷ്ടന്റെ കരങ്ങളാൽ തന്റെ മൃത്യു ഉണ്ടായിരുന്നതിൽ അള്ളാഹുവിനെ സ്തുതിച്ച് ഇരുനേത്രം അടക്കുകയുണ്ടായി. പക്ഷേ ലോകചരിത്രത്തിൽ ഒട്ടേറെ സുദീർഘമായ സേവനങ്ങൾ ഇസ്ലാമിനും മുസ്ലിങ്ങൾക്കും കാഴ്ചവെച്ച ഖലീഫ അമീറുൽ മുഅ്മിനീൻ ഉമറുൽ ഫാറൂഖ് അള്ളാഹുവിന്റെ വഫാത്ത് തീരാനഷ്ടമാണ് ലോകത്തുണ്ടാക്കി തീർത്തത്. ഇന്ന് ഇത് തങ്ങൾ ഒന്നിച്ച് റൗള ശരീഫിൽ അന്ത്യമുള്ള മഹത്തുക്കളെ സിയാറത്ത് ചെയ്യാൻ അല്ലാഹു നമുക്കേവർക്കും തൗഫീഖ് നൽകുകയും സുഖലോക സ്വർഗ്ഗത്തിൽ മുത്തുനബിയോടൊപ്പം ഇടം നൽകുകയട്ടെ. ആമീൻ എന്ന പ്രാർത്ഥനയോടെ സത്യപ്രതീകം എന്ന കൊച്ചു കഥാപ്രസംഗത്തിലും ഞങ്ങൾ ഉപസംഹരിക്കുന്നു. സദതം കൽബിൽ നീ ഖൈർ നിറച്ചിടേണേ. മനമുള്ളിൽ ദീനിന്റെ മധുവേറേ നിൽക്കേണേ. മനസം നിന്നിൽ ആടുപ്പിക്കേണേ. ഉദവിയും മന്നാനെ ഞങ്ങൾക്കായി നൽകിയിടേണേ. തേകം പാപൂലാക്ക് ഇരുകൈയും നീട്ടുന്നു. പഹാവിൽ ഭേദം നൽകിയിടേണേ. സ്വർഗ പൂന്തോപ്പിൽ ഒന്നിച്ച് ചേർത്തിടേണേ. ഖൈറിന്റെ പാതയിൽ ആക്കേണേ. കവേലിൽ നിത്യം ഹായാത്തേകേണേ. സദതം കൽബിൽ നീ ഖൈർ നിറച്ചിടേണേ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.